ഹായ് ചങ്കേളെ, എല്ലാവർക്കും മർഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പച്ചക്കറികളൊന്നും ഇല്ലാത്തൊരു ദിവസം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു മോരുകറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ എന്നും ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ ആ മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം. മോരുണ്ടാക്കാൻ വേണ്ടിയുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റായ തൈരാണിത്. ഇത് കട്ട പിടിച്ചാണ് ഇരിക്കുന്നെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മിക്സിയിലോ ഒന്ന് ഉടച്ചെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈര് 2 കപ്പാണ്, അതായത് 1/2 ലിറ്റർ. അത്യാവശ്യം പുളിയുള്ള തൈര് ഉപയോഗിച്ച് വേണം മോരുണ്ടാക്കാൻ. തീരെ പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വേണം വെള്ളമൊഴിച്ചു കൊടുക്കാൻ. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മോരിന് ആവശ്യമായി വേണ്ടത് വെള്ളരിക്കയാണ്. ഇത് 1 കപ്പ് വെള്ളരിക്ക പുറത്തെ തൊലിയും അകത്തെ സീഡും കളഞ്ഞ് 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകി കഷണങ്ങളാക്കി എടുത്തതാണ്. മോരുകറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് കുമ്പളങ്ങയോ വെള്ളരിക്കയോ ചേർത്താൽ കൊച്ചു കുട്ടികളും മുതിർന്നവരും ലാഗ് കൂടാതെ ചോറിൻ്റെ കൂടെ കഴിക്കുകയും ചെയ്യും. മോരുകറി അവർക്ക് ഏറെ പ്രിയപ്പെട്ടതാവുകയും ചെയ്യും. ഇനി നമുക്ക് വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു മൺചട്ടി എടുത്ത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മൺചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള 3 പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളരിക്ക വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിന് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം വെള്ളരിക്കയിൽ തന്നെ ആവശ്യമായ വെള്ളമുണ്ട്. അത് തിളയ്ക്കുന്ന സമയം വെള്ളം മുഴുവനും പുറത്തേക്ക് വരും. ഇനി നമുക്ക് അടച്ച് വെച്ചൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ കുമിൻ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, ഇനി വേണ്ടത് ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അവസാനമായി അത് അരയ്ക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അടുപ്പിൽ വേവാൻ വെച്ചിരിക്കുന്ന വെള്ളരിക്ക വെന്തോന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്ക ഒരുപാട് വെന്ത് ഉടയാനും പാടില്ല, എന്നാൽ വെള്ളരിക്ക കറക്റ്റ് വേവുകയും ചെയ്യണം. ആ പരുവമാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം. ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. തേങ്ങ ചേർത്തതായതുകൊണ്ട് ലോ ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടെ കൂട്ടി കൊടുത്താൽ മതി. ഒരുപാട് ഫ്ലെയിം വയ്ക്കരുത്. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് തുടങ്ങുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതാവുമ്പം തീ ഓഫ് ചെയ്യണം. നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇവിടെ വെള്ളരിക്കയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ പരുവമാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈര് മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ ഒരല്പം ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുക.
ഇനി മോര് പെർഫെക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ഇതിലേക്ക് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കരിവേപ്പിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. ഇനി ഒരു പാനോ കടായോ ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതിലേക്ക് 3-4 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 5-10 സെക്കൻഡ് മാത്രം ഇളക്കിയിട്ട് വേഗത്തിൽ തന്നെ 3-4 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉലുവയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളിയുടെ കളർ ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ ചെറിയുള്ളിയുടെ കളർ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് 4-5 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വച്ചിരിക്കുന്ന മോരിലേക്ക് ഒഴിച്ചെടുക്കാം. താളിച്ചത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കുക. എന്നാലേ താളിച്ചതിൻ്റെ രുചിയും മണവും മോരിലേക്ക് പിടിക്കുകയുള്ളൂ. 10 മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടോ തുറന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് വെള്ളരിക്ക ചേർത്തൊരു മോരുകറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ വീട്ടിൽ മോരുകറി ഉണ്ടാക്കുമ്പോൾ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ചേർത്ത് മോരുകറി ഉണ്ടാക്കി നോക്കിക്കോ. അടിപൊളി ടേസ്റ്റാണ്. ഇതാ നോക്കിയേ, കാണാനെന്ത് മനോഹരമെന്ന്. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. മിക്കുള്ളവരും തൈര് മാത്രം ചേർത്തുള്ള മോരുകറി അങ്ങനെ കഴിക്കാറില്ല. എന്നാൽ തൈര് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ വെള്ളരിക്കയോ കുമ്പളങ്ങയോ ചേർത്തൊന്ന് പരീക്ഷിച്ച് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതിലും നല്ല കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മൗഫിൻ. ബായ് ബായ്.